പൊന്നര മക്കളെ, ഒരു അല്ലേ 10 മാസം ചുമന്ന് നടന്ന് പ്രസവിച്ച ഒരമ്മ അതിനെ വെട്ടിക്കൊന്ന ഒരുത്തിന്റെ അവസ്ഥ എനിക്കറിയില്ലേ. ഒരു ചുംബനം മാധ്യമങ്ങൾക്കെതിരെ അല്ലേ, അങ്ങനെ വെട്ടിക്കൊല്ലണമെന്ന് തോന്നണമെങ്കിലേ എന്തായാലും ഈ നാടിന്റെ അവസ്ഥ. അവിടെ സമാധി, ഇവിടെ മറ്റോടത്ത് വെട്ടിക്കൊല്ലല്. നമ്മളെ സ്വന്തം അമ്മേനെ, അതായത് 10 മാസം ചുവന്ന അമ്മേനെ ആട് വെട്ടിക്കൊന്നിട്ടേ ആ ചെക്കനെ എങ്ങനെ അവസ്ഥ അറിയില്ല. മാധ്യമക്കാരെ ചുംബനം, അതാണ് കഥ. ഇങ്ങനെ ഇവരൊക്കെ കൊണ്ടിരിക്കണമെങ്കിലേ കുറച്ച് റിസ്ക്കാ. കറക്റ്റാണ്. ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞാൽ വേറെ വൈബുണ്ട്. എന്താ പഴയ കാലത്ത് നമ്മൾ നേരെ മെയ്യ് വന്നാൽ ഈ കുട്ടികൾക്കുള്ള പ്രശ്നം പഴയമാരി തന്താര് മക്കളോട് ചോദിച്ചാൽ അന്ന് പറഞ്ഞിരുന്നു എന്ത്, പിന്നെ എവിടൊക്കെ പോയി എന്ന് വെച്ചാൽ കറക്റ്റ് പറഞ്ഞിരുന്നു. ഇന്ന് അന്നത്തെ കാലത്ത് നമ്മളൊക്കെ രക്ഷിതാക്കൾ മുമ്പിൽ വരുമ്പോൾ നേരെ മെയ്യ് എവിടെ എങ്ങനെ പോകണമെന്ന് നമുക്ക് അറിയാം. എങ്ങനെ പോണെന്ന് പെരക്കോട് പറയും. ഇപ്പോഴത്തെ കാലത്ത് കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഓല് വെട്ടും കുത്തുമാണ്. ഒന്നത്. രണ്ടാമത് ഓല് എന്താ ചെയ്യണ് ഏതാ ചെയ്യണ് നമുക്കറിയില്ല. എന്താ ചെയ്യണമെന്ന് ഓല് എന്താ ഉപയോഗിക്കണമെന്ന് നമുക്കറിയില്ല. ഒരു വീട്ടുകാർക്ക് ഇപ്പോഴത്തെ അവസ്ഥ. പണ്ട് ഇപ്പോൾ നമ്മൾ വീട്ടിൽ പോയി നമ്മൾ നേരെ ഒരു 10 മിനിറ്റ് ഒരു സിനിമക്കോ ഒരു സെക്കൻഡ് ഷോ പോയി വരികയാണെങ്കിലും അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് വരെ വൈകിയാലും അന്വേഷിക്കും എവിടേക്കാ പോയി എന്താ ചെയ്യുന്നത്. പക്ഷേ അപ്പോൾ പെരക്കാർ ചോദിക്കുകയാണ് എവിടേക്കാ പോയി. അപ്പോൾ നമ്മൾ കാര്യം കറക്റ്റ് പറയും, ഇങ്ങനെ സിനിമക്ക് പോയി അല്ലെങ്കിൽ കൂട്ടുകാരന്മാരെ കല്യാണത്തിന് പോയി, ഇതൊക്കെ പറയും. അതാണ് പറഞ്ഞത്. അപ്പോൾ അത് അങ്ങനെ കഴിഞ്ഞു. ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞാൽ കുട്ടിയോട് ഇപ്പോൾ ഒരു അമ്മയുടെ തല വെട്ടണമെങ്കിൽ ഓന് 10 മാസം ഓൻ്റെ അമ്മ ഓനെ ഏറ്റി നടന്ന ആണെങ്കിൽ ഓന് മെമ്മറി അത്ര ഉണ്ടെങ്കിൽ ഇതില്ല. ഓന മെമ്മറി ഇല്ല. കാരണം ഇതിൽ ഓനെന്തോ വേറെന്തോ ഉപയോഗിക്കുകയാണ്, എന്തോ ലഹരി ഉപയോഗിക്കുകയാണ്. അല്ലെങ്കിൽ ഈ ഇത്ര കാലത്ത് നമ്മൾ കുറച്ച് കാലം ഒരു 10 കൊല്ലം മുമ്പ് ആലോചിച്ചാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാതെ അറിയോ അങ്ങനെ സംഭവം ഉണ്ടായില്ല. ഇപ്പോൾ ഒരു പുതിയൊരു മരുന്ന് കാര്യങ്ങൾ വന്നിക്കണം. ലഹരി, കള്ളിന് ഒരു കണക്കുണ്ട്, വീട് വെച്ചാലും കണക്കുണ്ട്. പക്ഷേ ഇതല്ല, ഇത് വേറെന്തോ ലെവലാണ്. അപ്പോൾ നമ്മൾ